അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതത്തിൽ സൗഭാഗ്യം കൊതിക്കാത്തവർ ആരും ഉണ്ടായിരിക്കുകയില്ല. ആ സൗഭാഗ്യം നമുക്ക് കരസ്ഥമാകാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിനെ നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. സൗഭാഗ്യമുള്ളവരാകാൻ, സ്വീകാര്യത ലഭിക്കാൻ, നമ്മുടെ ഉദ്ദേശിച്ച പ്ലാനുകൾ നടപ്പിലാകാൻ, പേടിയും വെപ്രാളവുമൊക്കെ നീങ്ങിക്കിട്ടാൻ ഉപകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സൗഭാഗ്യം ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. പലർക്കും പല കാര്യങ്ങളിലും ഭാഗ്യം കുറവായിരിക്കും. എന്നാൽ ഭാഗ്യം പലരെയും ഉന്നതിയിലും ഉയർച്ചയിലും എത്തിക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സൗഭാഗ്യവും ഉന്നതിയും ഉയർച്ചയും നേട്ടവും എല്ലാം കൊടുക്കും. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ, ഭാഗ്യ കവാടങ്ങൾ തുറക്കപ്പെടാൻ, സ്വീകാര്യത ലഭിക്കാൻ ഈ പറയുന്ന ഖുർആനിക സൂറത്ത് ജീവിതത്തിൽ നിത്യമാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധ ഗ്രന്ഥമായ അദ്ദുറുൻ നളീം എന്ന കിതാബിൽ പറയുന്നത് കാണാം. സ്വീകാര്യതയും ജീവിതത്തിൽ എല്ലായിടത്തും സൗഭാഗ്യം നേടാൻ പരിശുദ്ധ ഖുർആനിലെ 99-ാമത്തെ സൂറത്തു ശംസ് നിത്യവും പാരായണം ചെയ്യുക. 7 വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ പുണ്യമായ സൂറത്താണത്. സ്ക്രീനിൽ കാണുന്ന ഈ സൂറത്തു ശംസ് ചെറിയ സൂറത്താണിത്. ഈ സൂറത്തിനെയാണ് നാം പാരായണം ചെയ്യേണ്ടത്. ഈ സൂറത്തിൻ്റെ മറ്റു ഗുണങ്ങൾ പറയാം. പ്ലാനുകൾ നടപ്പിൽ വരാൻ സഹായിക്കും. ചില ആളുകൾ പല പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിക്കും, പക്ഷേ ഒന്നും നടക്കാതെ പോവാറുണ്ട്. അത്തരം പ്രയാസമുള്ള ആളുകൾ ഈ സൂറത്ത് പതിവാക്കിയാൽ അതിന് പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ ബേജാറും വെപ്രാളവും ഭയവും ഒക്കെ നീങ്ങിക്കിട്ടാൻ ഈ സൂറത്ത് ഉപകരിക്കും. ഒരു ഗ്ലാസ് വെള്ളമെടുത്തുകൊണ്ട് അതിലേക്ക് ഈ സൂറത്ത് ഓതി മന്ത്രിച്ച് കുടിച്ചാൽ ഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ തന്നെ സന്താനങ്ങൾ മരിക്കുന്നവർക്കും ഗർഭം അലസിപ്പോകുന്നവർക്കും ഈ സൂറത്ത് അത് തടയാൻ ഒരു കാരണമായി തീരും. അടിക്കടി സന്താനങ്ങൾ മരണപ്പെടുന്നതും ഗർഭം അലസിപ്പോകുന്നതുമായിരിക്കുന്ന സ്ത്രീകൾ, ഗർഭിണികൾ ഈ സൂറത്ത് പാരായണം ചെയ്യൽ പതിവാക്കിയാൽ അത്ഭുത ഫലം അവർക്ക് ലഭിക്കുന്നതാണ്. ഇന്നു മുതൽ ഈ സൂറത്ത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.